ഫ്രണ്ടിലത്തെ ഈ തുളസിത്തറയെന്നും പറഞ്ഞിട്ട് ഞാൻ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ തുളസിത്തറയായിട്ടൊന്നും നിങ്ങൾക്ക് തോന്നത്തില്ല. പക്ഷെ എന്നാലും നമ്മുടെ വീടിൻ്റെ പടിയുടെ നേരെ അല്ല സത്യം പറഞ്ഞാൽ അതിരിക്കുന്നത്. അപ്പോൾ കുറേ നാൾ കൊണ്ട് ഞാൻ വിചാരിക്കുന്നു അതൊന്ന് മാറ്റി നേരെ പടിയുടെ നേരെ ആയിട്ട് വെക്കണം, അത് കുറച്ചും കൂടി ഒന്ന് നല്ല രീതിയിൽ വെക്കണം എന്നൊക്കെ. അപ്പം ഇപ്പം എനിക്ക് അതിനുള്ള ടൈം കിട്ടിയിരിക്കണം. ഇന്ന് കുറച്ചൊരു വെയിലൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. ഇത്രയും ദിവസം മഴയൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്നൊരു ചെറിയൊരു വെയിൽ കണ്ടപ്പോഴത്തേനും ഞാൻ അതിൻ്റെ പരിപാടി ആരംഭിക്കാനായിട്ട് പോവുകയാണ്. അമ്മ ഇതിനകത്ത് കൊണ്ട് ഈ രാമതുളസി നട്ടു വെച്ചിട്ടുണ്ട് ഗൈസ്. അത് കാരണം ഈ രാമതുളസി ഈ തറയുടെ ഒരു സൈഡിലോട്ടായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അത് ചുവടേപ്പാടി പറിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ എൻ്റെ കഴുത്തിന് കത്തി വയ്ക്കുന്നത് കൊണ്ട് ഞാനത് ഇത്രയും നാൾ പറിച്ച് കളയാതിരുന്നത്. പിന്നെ ഇപ്പം ഈയിടെയായിട്ട് 2-3 ദിവസമായിട്ട് അടുപ്പിച്ച് മഴയുള്ളത് കൊണ്ട് ഇപ്പം നമ്മൾ റീപ്ലാന്റ് ചെയ്താലും അത് കിളുക്കും എന്നുള്ളൊരു വിശ്വാസം ഉള്ളത് കൊണ്ട് ഞാനത് പറിച്ചെടുക്കുവാണ് കേട്ടോ. അങ്ങനെ അതിനകത്ത് നക്ഷത്രവള്ളിയൊക്കെ കയറി നിൽപ്പുണ്ടായിരുന്നു. അപ്പം അതിൽ തന്നെ ഒരു പേരയുടെ മരവും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സംഭവം അതിനകത്ത് പേരയ്ക്കൊന്നും ഉണ്ടാവില്ല, ഒരു ചെറിയ പേരമരമാണ്. അപ്പോൾ ഞാനത് ഇങ്ങനെ കട്ട് ചെയ്തായിരുന്നു നിർത്തിക്കൊണ്ടിരുന്നത്. പിന്നെ അത് പറിച്ച് കളഞ്ഞില്ല. അതിനകത്ത് ഇങ്ങനെ നക്ഷത്രവള്ളി കയറ്റിയിരിക്കുകയാണ് കേട്ടോ. ഞാനൊരു ഒരു കുടയൊക്കെ സെറ്റ് ചെയ്തിട്ട് അതങ്ങനെ കയറ്റി വിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ തറയുടെ പരിപാടി എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു വരുന്നത്. ഞാൻ അതെല്ലാം പറിച്ച് മാറ്റിയിട്ടുണ്ട്. ശേഷം നമ്മുടെ വീടിൻ്റെ പഴയ വീടിൻ്റെ ഓടായിരുന്നു കേട്ടോ ഇത്. വേറെ കുറച്ച് കൂടി ബാലൻസ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പം അതൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ ഇങ്ങനെ നമ്മുടെ വീടിൻ്റെ പടിയുടെ നേരെയാക്കി ഒന്ന് വെക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പം ഇപ്പം ഇത്രയും വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇപ്പുറത്തെ ഈ ഭാഗത്ത് കുറച്ചധികം സ്പേസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കാരണം മിറ്റമൊക്കെ അടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും അങ്ങോട്ട് ആ ഭാഗത്തോട്ട് കയറാനായിട്ട് ഭയങ്കര പാടായിരുന്നു. അപ്പം ഇപ്പം എനിക്ക് കുറച്ച് സ്പേസ് കിട്ടിയിട്ടുണ്ട് അവിടെ. അപ്പം ഞാനിങ്ങനെ ഫുള്ളും കംപ്ലീറ്റ് ചെയ്യാനായിട്ടാണ് വിചാരിക്കുന്നത്. അത്രയും വരെ എത്തിയപ്പോഴത്തേക്കിനും ഓട് തീർന്നു പോയി ഗൈസ്. ഇത് ഓൾറെഡി ഇരുന്ന ഓട് തീർന്നു പോയി. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഈ ഭാഗത്ത് നമ്മുടെ വീടിൻ്റെ പുറകുവശത്ത് ഈ കോഴീനെയും താറാവിനെയൊക്കെ ഇടാൻ വേണ്ടി ഒരു ചെറിയ കൂട് എൻ്റെ ചേട്ടായി സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ വെക്കാൻ വേണ്ടി, അത് പൊങ്ങിയിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ഓടിങ്ങനെ വെച്ചിട്ടാണ് അതിൻ്റെ മേളിലോട്ട് വെച്ചിരുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ റിമൂവ് ചെയ്തിട്ട് ആ ഓടെടുക്കാൻ വേണ്ടി അതൊക്കെ എടുത്ത് മാറ്റി ആ ഓടെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് അത് ബാലൻസ് ഉണ്ടായിരുന്നു, അതും സെറ്റ് ചെയ്തൊക്കെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇരുട്ടായി ഗൈസ്. അപ്പം ബാക്കി ഇനി അതെല്ലാം ഒന്ന് റീപ്ലാന്റ് ചെയ്യണം. നമ്മുടെ തുളസി കുറച്ച് വാടി തുടങ്ങിയായിരുന്നു. കാരണം രാവിലെ തൊട്ടുള്ള പണിയായതുകൊണ്ട്, രാവിലെ മീൻസ് ഒരു ഉച്ചയൊക്കെ ആയായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ റീപ്ലാന്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നാളെ മഴയുണ്ടെങ്കിൽ മതിയായിരുന്നു. നാളെ മഴയുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് കിളുക്കുമായിരിക്കും. പിന്നെ ഇരുട്ടായി ഗൈസ്. ഇനിയിപ്പം നാളെ ഞാൻ ഇതിൻ്റെ ഫോട്ടോ കാണിക്കാം കേട്ടോ, വീഡിയോ കാണിക്കാം. കാരണം എന്നാലേ ശകലം വെട്ടത്തിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റും. അപ്പോൾ ഇന്ന് എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേക്കിനെ ഇത് പിറ്റേന്ന് ദിവസത്തെ കാഴ്ചയാണ് കേട്ടോ. എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേനും എനിക്കിത് ഓണപ്പൂവൊക്കെ ഇടാനായിട്ടൊക്കെ തോന്നി. അങ്ങനെ ഞാൻ കുറച്ച് പൂ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മുടെ വീട്ടിലെ പൂക്കളൊക്കെ തന്നെയാണ് കേട്ടോ. കാക്കപ്പൂവാണ് കൂടുതലുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ തറയിൽ. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.